ഒരു പാട്ടിൻ്റെ പല്ലവി എഴുതി രഞ്ജൻ രാജിനെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഏതാണ്ടൊരു മിനിറ്റുകൾക്കകം തന്നെ ഒരു മനോഹരമായ ട്യൂണിൽ തിരിച്ച് എനിക്ക് പാടി അയച്ചു തന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് രഞ്ജൻ രാജ് ശാരീരികമായി വളരെ അസ്വസ്ഥനായി ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നു പറയുന്നത് ഞാൻ വളരെ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ ഈ എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും പറയാം. വിജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എമിഗ്രേ കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കയെ വെച്ചിട്ടും ലാലേട്ടനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും GCCയിൽ എല്ലായിടത്തും പല ആൾക്കാർ ഷോ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്. അന്ന് വിജയേട്ടന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ വിജയേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ മൈ ബോസ്. ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജയേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ തോന്നുന്ന പോലെയാണ്. ഇപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തും, ഇങ്ങനെ ഓരോ വേർഡുകൾ. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പോൾ വിജയേട്ടനെ കാണുന്നത്. കാരണം ഈ മനുഷ്യരിൽ ഇത്രയധികം പ്രണയമുണ്ടു. കാരണം പലവിധ ചിന്തകൾ, അതിനോട് വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി. അത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അത് വിജയേട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരിക്കും തോന്നുന്നത്. കാരണം അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ പറയേണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവൊന്നുമല്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ, ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ, അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടും ആവാം. മനുഷ്യനോട് മാത്രമല്ല പ്രണയിക്കുക. അത് പലർക്കും പല രീതിയിലാണ്. ഇപ്പം എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിൻ്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. കാരണം മൈ ബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫംഗ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയേട്ടൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജയേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം. വീണ്ടും വലിയ ചരിത്രമാവട്ടെ. എക്സ്പീരിയൻസ് വാസ്, ഞാനൊരു ആക്സിഡന്റൽ സിംഗറാണ്.
I just came here for another work. One day sir called. I told him once that I wanted to sing. No, I just would love to sing, just casually. And I loved his song Puvu Chodichu Nyanbanno. I used to sing. I sang also many times. So then okay, he's called me and say, you sing this song. I said, I can't sing, it's too tough. Then then he really made me learn the lyrics, and that's how it just happened accidentally. And very effortlessly, like, because sir, he explained the lines in English, what is it, and I just tried. I really wanted to sing. I'm not a trained singer, but hereditarily all my family members are into music and songs, so I wanted to do a playback. But Malayalam tile enikkarilla mane, it is the toughest language. So thank you so much. വിജയ് സാറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപാട് നാളായി. ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ്. വലിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ ഭാഷയിലുമുള്ള വലിയ വലിയ നടന്മാരെ പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ്. ആ കൂട്ടത്തിലേക്ക് കയറിപ്പറ്റി ഒരു ഷോയിൽ പങ്കെടുക്കാന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ്. അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണവും നല്ല റിഹേഴ്സലും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ. രണ്ടല്ല ഒത്തിരി സ്റ്റേജുകളിൽ വളരെ നിലപാടുകളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റെതാണ്. പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം എഴുതി തന്നാൽ അതിലൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുകയൊന്നുമില്ല. ഇതെൻ്റെ ഷോയാണ്, ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ആദ്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട് ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത്, അപ്പോൾ ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നതിൽ ഒരു കൂട്ടുകാരൻ ഒന്ന് പിണങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ, അത് താണു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരികേറ്റി വിട്ടു. പറ സാറിൻ്റെ അടുത്ത് പറ, ഇത് ആദ്യം കളിക്കാമെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അയാളൊന്നങ്ങ് ഇളയി. ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിലിങ്ങനെ 2-3 ബസ് കാണും, ആഡംബരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. വണ്ടി നിർത്തി, എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു, ഫ്രണ്ടിലെ വണ്ടി കയറിക്കോളൂ, മൈക്കിൽ കൂടെ വന്നു. അദ്ദേഹം ഇറങ്ങി ഫ്രണ്ടിലെ വണ്ടി കയറി പോയി. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയെന്നാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ്. അത് നമുക്കും ഒരു പാഠമാണ്. പല കാര്യങ്ങളിലും വലിയ ഉത്സാഹിയാണ്, നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ചുറുചുറുക്കും സ്നേഹവും ഇച്ഛാശക്തിയും ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ. എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. നമസ്കാരം. കള്ളനും ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഇവിടെ പറയണ്ടെന്ന് വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്തോ ഒരു ആത്മബന്ധം വിജയേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും. അങ്ങനെയാണ് എനിക്കും. ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയാണ്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞ ഈ ആൽബം, അതിൽ സോങ്ങിൽ പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നു എന്ന് പറഞ്ഞ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ടുവന്നിരിക്കുകയാണ് ഈസ്റ്റ് കോസ്റ്റ്. വിജയേട്ടൻ എവിടെയും പോയിട്ടില്ല. 15 വർഷം മുമ്പ് ആൽബം ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് സിനിമകൾ ചെയ്തു. അതിലൊരെണ്ണത്തിൽ ഞാൻ ഉണ്ടായി. അടുത്തതിലും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും ടീമിന് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഇവിടെ തന്നെ നിലനിൽക്കുന്ന വിജയേട്ടൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാളും എത്രയോ വർഷം 4-4.5 പതിറ്റാണ്ട് കൊണ്ട് കേൾക്കുന്ന പേരാ ഈസ്റ്റ് കോസ്റ്റ്.
ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. ഈ ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേജ് ഷോ, മമ്മൂക്ക സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടുണ്ട്, ലാലേട്ടൻ പോയിട്ടുണ്ട്. അവിടുത്തെ അന്ന് വീഡിയോ കാസ്റ്റിലേക്കാണ് പോയി ഈസ്റ്റ് കോസ്റ്റ്. പിന്നീട് കുറെ പാട്ടുകൾ, നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രണയം ഒരു മഴയായിട്ടൊക്കെ അല്ലെ ആദ്യമായി നിനക്കായി ഓർമ്മയ്ക്കായി നല്ല പേരുകളിലൂടെ നല്ല വരികളിലൂടെ വിജയേട്ടനും ഈസ്റ്റ് കോസ്റ്റും മലയാളികളുടെ പ്രിയങ്കരായി മാറി. ഞാൻ വിജയേട്ടനോടൊപ്പം കഴിഞ്ഞ അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു, അതായത് വിജയേട്ടൻ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും കൈവിടില്ല. എനിക്ക് മലയാള സിനിമയിൽ വിജയേട്ടൻ ഒരിക്കലും എന്നെ കൈവിടരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം വിജയേട്ടൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവണം. കാരണം വിജയേട്ടൻ്റെ ഒരു കരുതൽ, വിജയേട്ടൻ്റെ ഒരു കെയർ, വിജയേട്ടൻ്റെ ഒരു വളരെ നല്ല ഒരു ഡീലിങ്, നമ്മളൊരു വർക്കിന് വന്നാൽ കൃത്യമായി തീർത്ത് വിടുക എന്നൊക്കെ പറയുന്ന ഒരു അരച്ചടക്കം വിജയേട്ടനുണ്ട്. കൂടെ നിർത്തുന്ന ക്രൂവിനെയൊക്കെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിജയേട്ടൻ്റെ കുറച്ചു കാലമാണെങ്കിൽ വിജയേട്ടൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. വിജയേട്ട വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഫംഗ്ഷനും ഈ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിജയേട്ടൻ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിജയേട്ടനെ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ടുള്ള ബന്ധമാണ്. അന്ന് ഇന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോ പഴക്കം പറയും, ഞാൻ വിളിച്ച് സോറി പറയും, വീണ്ടും ഞങ്ങൾ കോംപ്രമൈസ് ആവും. അപ്പം ഇപ്പം എനിക്ക് വിജയൻ ചേട്ടനോട് ഈ ഒരു വേദിയിൽ വെച്ച് നന്ദി പറയണം. എൻ്റെ ആദ്യത്തെ പ്രണയത്തിൻ്റെ കാരണം വിജയൻ ചേട്ടനാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പുള്ളി എഴുതിയൊരു പാട്ട് എൻ്റെ അതുകൊണ്ട് എഴുതിക്കൊണ്ട് കൊടുത്ത് ഞാൻ വളച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2003 എന്തോആണ് അത്. പിന്നീട് എനിക്ക് തോന്നി ഇപ്പം രഞ്ജിൻ രാജ്, ഇപ്പം കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ രഞ്ജിൻ നാളത്തെ ഓൺലൈൻ ന്യൂസ് രഞ്ജിൻ എന്തോ സീരിയസ് അസുഖമെന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഇല്ല, വീട്ടിൽ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാൻ വിളിച്ചതേ ഉള്ളൂ. അവന് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ പടത്തിൻ്റെ തന്നെ വർക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ പാട്ടുകളൊക്കെ തന്നെ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു. മനോഹരമായ പാട്ടുകൾ, കുറേ നാളിന് ശേഷമുള്ള ഒരു നൊസ്റ്റാൾജിയ, പഴയ സ്കൂൾ പ്രണയം, കോളേജ് പ്രണയമൊക്കെ തിരിച്ചുകൊണ്ട് തന്നു. വിജയേട്ടാ നന്ദി. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇത് റിലീസാവുന്ന സമയത്ത് ഒരുപാട് പേരുടെ സ്റ്റാറ്റസുകളും റീൽസും ഇതായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. അവാർഡ്സിൽ ഞാൻ ദിലീപിന്റെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും പ്രസന്ന മാസ്റ്ററും കൂടി നമ്മള് ഖത്തറിൽ വെച്ചിട്ട് ഓമനപ്പുഴ അതൊക്കെ റീക്രിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ വീണ്ടും ചേട്ടനെ കണ്ടതിൽ സന്തോഷം. ആൻഡ് ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും എനിക്ക് കുറേ ആൾക്കാരെ അറിയാം, എടുത്തു പറയുന്ന എല്ലാവരെയും അറിയാം, ഏതെങ്കിലും വഴിയിൽ അല്ലെങ്കിൽ എനിക്കറിയാം. സോ വളരെ സന്തോഷം. ഇനി ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഫസ്റ്റ് തന്നെ എനിക്ക് വിജയൻ സാറിനോട് വലിയൊരു താങ്ക്സ് പറയണം. കാരണം നമ്മൾ ലൈക്ക് വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ ആളുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തതിന് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കും അതേപോലെ വിഷ്ണു ചേട്ടനും. പിന്നെ സാറിന്റെ കോള് വന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങള്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ മീറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക്. പിന്നെ ഇത്രയും ഞാൻ കണ്ടു വളർന്ന വലിയ ആക്ടേഴ്സ്, ആക്ട്രസ്, വലിയ ആൾക്കാരുടെ മുന്നിൽ എനിക്ക് ഇതേപോലെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് സാർ തന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ ആക്ച്വലി എൻ്റെ ഒരു ഗുരുവിനെ പോലെയും കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം സാറിൻ്റെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ആൽബം ചെയ്തപ്പം. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു പെട്ടെന്നാണ് നമ്മുടെ ഷൂട്ട് തീർന്നു പോയത്. അതിൻ്റെ ഒരു വിഷമം ഉണ്ട്, കാരണം എല്ലാവരുമായിട്ടും കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതല്ലാതെ it was a wonderful experience and I'm humbled and honored to be standing here in front of great personalities. Thank you so much. ലോകങ്ങളിൽ താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന നൃത്ത വിസ്മയങ്ങളൊക്കെ കാണുക എന്നുള്ളതായിരുന്നു മറ്റൊരു കൗതുകം എന്ന് പറയുന്നത്. അന്നും ഒരു കൊതി അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു. അതിനും സാധിച്ചില്ല. പിന്നെ ജീവിതം അതിൻ്റെ വഴിക്ക് നീങ്ങി ഒരു ഈസ്റ്റ് കോസ്റ്റ് ആൽബം കാണുന്ന പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയം ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് ഞങ്ങളുടെ യാത്രകളിലെല്ലാം റിപ്പീറ്റ് മോഡുകളിൽ കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തന്നെയാണ്.
അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൂടെ പോന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലോ ആൽബത്തിലോ ഒന്നും ഭാഗമാവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ജീവിതം കാത്തുവെച്ച കൗതുകം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് സനലിനാണ് അദ്ദേഹത്തിൻ്റെ കീഴിലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത്. കറങ്ങി തിരിഞ്ഞ് ഇന്ന് ഒരു പ്രണയ ദിനത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിൻ്റെ ലോഞ്ചിനെത്തുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു ആൽബം പോലെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെ ചിന്തിക്കാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളോടൊപ്പം അദ്ദേഹം അറിയാതെ ഒരുപാട് മലയാളികളെ പോലെ തന്നെ ഞാനും സഞ്ചരിച്ച് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രണയത്തിന് അടുത്ത മുഖമായിട്ട് വീണ്ടും ഈ ഒരു പ്രണയദിനം മുതൽ ഈ വീണ്ടും കൂടെ ചേർന്ന് ഒരു മനോഹരമായിട്ടുള്ള പ്രണയകാലമായിരിക്കട്ടെ ഇനി മലയാളികൾക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രണയ ദിനാശംസകൾ കൂടെ അറിയിക്കുകയാണ്. പ്രണയം എന്നും മനസ്സിലുണ്ടാവട്ടെ, ഏത് പ്രായത്തിലും മനസ്സിലുണ്ടാവട്ടെ. പ്രണയവും നന്മയും സന്തോഷവും സൗഹൃദവും മാത്രം നമ്മുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ വിഷസ് സർ. ഒരുപാട് സന്തോഷം ഇത്തരം ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചതിലുള്ള സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വിശിഷ്ടരായ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുള്ളൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷമുണ്ട്. വിജയൻ സാറിനെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. ചെറുപ്പം മുതലേ ഇങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരുപാട് പ്രണയ ഗാനങ്ങൾ അദ്ദേഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ വിജയൻ ചേട്ടനോട് പറഞ്ഞോളൂ, ഉണ്ണിമേനോൻ ചേട്ടൻ പാടിയ പാട്ട് ഭയങ്കര രസമുണ്ട്. എങ്ങനെയാണ് സാർ ഈ വരികൾ എഴുതുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും പ്രണയം ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ മനോഹരമായിട്ട് വരികൾ എഴുതാൻ സാധിക്കൂ എന്ന് തോന്നുന്നു. അപ്പം എല്ലാവരുടെയും മനസ്സിലും പ്രണയമുണ്ട്. അപ്പം ഇന്നത്തെ പ്രണയദിനത്തിൽ ഇത്രയും മനോഹരമായിട്ട് കുറേ പാട്ടുകൾ കാണാനും കേൾക്കാനും അതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വിജയൻ ചേട്ടന് നമസ്കാരം. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ചെയ്തപ്പോഴാണ് സാറിന് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ സാറ് വളരെ ശരിയാവുന്ന കാര്യം ശരിയെന്നും തെറ്റാവുന്ന കാര്യം തെറ്റെന്നും തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി പോകാനുള്ളൊരു മനസ്സുള്ള ആളാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ ചെന്നാൽ അത് ഏത് രീതിയിലാക്കണം എന്ന് പാകപ്പെടുത്താനുള്ള ഒരു കഴിവുള്ളൊരു ഒരു ആളാണ് വിജയ് സാർ. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ചിത്തിനെ എന്ന സിനിമ ചെയ്യാൻ ചെയ്തപ്പോൾ ആദ്യത്തെ സീൻ തന്നെ ചെയ്തപ്പോൾ സാറിന് വളരെ ഇഷ്ടപ്പെട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ്. അതെനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ പാട്ടിൻ്റെ കാര്യം പറയണത്, ഞങ്ങൾ പാട്ടുകാരുടെ വീട്ടാണ്. അതായത് എന്നെ പ്രേമിച്ച് കിടക്കുന്ന സമയത്ത് കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പ്രണയത്തെ പറ്റി ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് അറിയാൻ പാടില്ല വിജയൻ ചാറിന്റെ പാട്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ വളരെയധികം പ്രേമത്തിൽ ഈ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരാളാണ്. ഞാനൊരു പാട്ടുകാരനെയാണ് പ്രേമിച്ചത്. അതുകൊണ്ട് 5 വർഷം വളരെ പ്രണയം ആയിട്ട് തന്നെ പാട്ട് കേട്ട് തന്നെയുള്ള പ്രണയമായിരുന്നു. അതിലാണ് ഞാൻ വീണ് പോയത്. പക്ഷെ വളരെ സന്തോഷത്തോടുകൂടി ഒരു 10-45 വർഷം പ്രണയത്തോടുകൂടി തന്നെ ജീവിച്ച് വളരെ സന്തോഷമുണ്ട്. ദിലീപ് വളരെ സന്തോഷം. ദിലീപിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞങ്ങളും ഒരു കുറച്ച് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 4 വരി കവിത എൻ്റെ മോൻ പാടി ദിലീപ് അഭിനയിച്ച്. അത് വളരെ സന്തോഷമുണ്ട്. സിനിമയിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും നല്ലൊരു പാട്ടുകാരനാണ് എൻ്റെ മകൻ. അത് എനിക്ക് ഈ പാട്ടിനിടയ്ക്ക് ഒരു പാട്ട് പാടുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഇത് കഴിയുമ്പോൾ സാറ് പാടിയൊരു പാട്ട് എൻ്റെ മോൻ പാടും. അതൊരു വലിയ സന്തോഷമായിട്ട് എല്ലാവരും സ്വീകരിക്കുന്നു. എല്ലാവരും പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത് കൊണ്ട് അതധികം പറയുന്നില്ല. വിജയൻ സാറിൻ്റെ കൂടെ കഴിഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. എക്സ്പീരിയൻസ് ഇപ്പോൾ പൗളി ചേച്ചിയും മറ്റുള്ളവർ പറഞ്ഞതൊക്കെ തന്നെയാണ്. എന്താ പറയുക, നിർബന്ധം, അതായത് വേണ്ടത് അത് തന്നെ വേണം എന്ന് പറയും. അതൊക്കെ ഒരു സംവിധായകൻ്റെ അവകാശമാണ്. അത് കൃത്യമായി ചോദിച്ച് വാങ്ങിക്കുന്ന, എന്നാൽ സ്നേഹിക്കുന്ന, തുടർച്ചയായി നമ്മളെ ട്രാവൽ ചെയ്യിക്കുന്ന ഒരാളാണ്. അടുത്ത പടത്തിലും എന്നെ ട്രാവലിൽ കൂട്ടും. ഇപ്പം എല്ലാവിധ ആശംസകളും. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഈസ്റ്റ് കോസ്റ്റ് എന്ന പേര് പറഞ്ഞ പോലെ നമ്മളുടെ പ്രണയത്തിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന ഒരു പേരാണ്. നമ്മളുടെ സാധാരണക്കാരുടെ നമ്മൾ പ്രേമം പറയാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കാമുകിയായിട്ട് നടക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവുമല്ലോ. അവനവനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവുമല്ലോ. നമുക്ക് വായിൽ കൊള്ളുന്ന വരികളാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് സാറിൻ്റെ പാട്ടുകൾ
എൻ്റെയും പ്രണയത്തിന് ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നന്ദി പറയുന്നു. പറഞ്ഞ സാറേ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പാട്ടുകളും ശരിക്കും ഓർമ്മയ്ക്കായും അല്ലെങ്കിൽ അതൊക്കെ റിപ്പീറ്റ് അടിച്ച് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. സത്യം എനിക്കൊക്കെ പലപ്പോഴും വിരഹം വരുമ്പോഴാണ് സാറിന്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ ഇരുന്ന് കരയും. അപ്പൊ അത്രയും എന്താ പറയുക ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പാട്ടുകളാണ്. സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സാറ് ഡയറക്റ്റ് ചെയ്തൊരു ഷോയിൽ ഡാൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. നല്ലൊരു വേദിയിൽ വീണ്ടും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കൗമാരക്കാർക്കൊക്കെ കുറച്ച് പ്രണയവും അല്ലെങ്കിൽ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ കുറച്ച് കുറവാണ്. കാരണം നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര പ്രണയം അല്ലെങ്കിൽ ഒരാൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടാറ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വേറെ എന്തിനൊക്കെയോ പുറകിലും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് പ്രണയിക്കാനും സ്നേഹിക്കാനൊക്കെ ആയിട്ട് വീണ്ടും എന്ന ഈ ഒരു ആൽബത്തിനും സാറിന്റെ പാട്ടുകൾക്കും വരികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വേദിയിലേക്ക് വിളിച്ചതിന് സാറിനും സജിത്തേട്ടനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.